ആദ്യം തന്നെ ഭഗവാൻ നമുക്ക് നൽകിയ ലക്ഷ്യം എന്താണ്? വിദ്യാഭ്യാസം വേണം. എന്താണ് വിദ്യാഭ്യാസം? എന്തിനാണ് വിദ്യാഭ്യാസം? ഭഗവാന്റെ അവതാര ജന്മ ഉദ്ദേശം തന്നെ എന്തായിരുന്നു? അവിടുന്ന് മഹാതപസ്യായിട്ട് ആ മരുത്വാമലയിലിരുന്ന് പൂർണ്ണഭാവത്തിലിരിക്കുമ്പോൾ, ബ്രഹ്മവിത്തായിട്ട് തീർന്ന ഭാവത്തിലിരിക്കുമ്പോൾ, അല്ലേ, ബ്രഹ്മം തന്നെ ആയിട്ടിരിക്കുമ്പോൾ അവിടുന്ന് ആനന്ദപൂർണ്ണ നിലയെ അനുഭവിച്ച് ആനന്ദത്തിൻ്റെ ആ ഉത്തുംഗ കോടിയിൽ ഇരിക്കുമ്പോഴും ഭഗവാൻ എന്തു പറഞ്ഞു? സമയമായിട്ടില്ല, അല്ലേ, സമയമായിട്ടില്ല, എനിക്കെന്ത് ചെയ്യാനുണ്ട്? ദാ നോക്ക്, കഷ്ടം, ദീനം പിടിച്ചും മധുരേത് പിടിച്ചും കിടക്കുന്ന ലോകരെയാണ് എനിക്ക് കാണാനുള്ളത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇവരെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണ്ടേ? രക്ഷപ്പെടുത്തിയില്ലാതെ നമ്മളിങ്ങനെ ഇരിക്കുമായിരുന്നോ? ഇത്രയും നല്ല കെട്ടിടത്തോടു കൂടി നമുക്കിങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമായിരുന്നോ? ഒരിക്കലുമില്ല. അവിടുന്ന് ആ തിരുവുള്ളം കനിഞ്ഞ് അവിടുത്തെ അനുകമ്പയോടുകൂടി താഴേക്ക് ഇറങ്ങി വന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്രകാരമൊക്കെ അറിഞ്ഞും അനുഭവിച്ചും ഭഗവാനെക്കുറിച്ച് കേട്ടും ഒക്കെ ഇരിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ പറഞ്ഞും നല്ല എന്താണ് തച്ചിന്തനം, തശ്രവണം, അന്യോന്യം തത് പ്രഭാഷണം എന്ന് പറയുന്നത് പോലെ കേൾക്കാനും ചിന്തിക്കാനും പറയാനും ഒക്കെയുള്ള വൈദഗ്ധ്യത്തോടു കൂടി, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹത്തോടു കൂടി നമ്മളിരിക്കുന്നത്. ഇതൊന്നും ഇല്ലാതെ പോയേനെ അവിടുന്ന് ആ അനുകമ്പ കാണിച്ചില്ലായിരുന്നുവെങ്കിൽ. അപ്പോൾ അവിടുന്ന് കാണിച്ച ആ അനുകമ്പയിൽ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ആദ്യം എന്താണ് ചെയ്തത്? അറിവ് വേണം, അല്ലേ? ഇവിടെയുള്ളവർക്ക് അറിവ് വേണം. അറിവ് വേണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന് പറയുന്ന ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കൃതി, എല്ലാ കൃതികളും ശ്രേഷ്ഠ, അല്ലേ? അതിനകത്ത് നമ്മൾ അധികം കൈ കടത്താത്ത കുറച്ച് കൃതികളിലൊന്നാണ് ബ്രഹ്മവിദ്യാ പഞ്ചകം. ചൊല്ലാൻ നമുക്കെല്ലാവർക്കും അറിയാം, പക്ഷെ അതിൻ്റെ വിഷയം കേൾക്കുമ്പോൾ തന്നെ അറിയാം. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വിഷയം എന്താണ്? ബ്രഹ്മവിദ്യയാണ്. അപ്പോൾ സാധാരണക്കാർക്ക് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കാനും കൂടി ഉതകുന്ന ഒരു കൃതിയാണ്. നമ്മുടെ ഒരു മനുഷ്യജന്മം ഇവിടെ ലഭ്യമായിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യജന്മം. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഇതൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന്, അല്ലേ? ഇപ്പോഴൊന്നുമല്ല, കുറച്ച് വർഷം മുമ്പ് ഈ ക്ലാസ്സുകളൊക്കെ നടക്കുന്നതിന് മുമ്പ് നമ്മൾ പറയും. ഇപ്പോൾ പറയുമോ? ആ ചില ദുർബല നിമിഷങ്ങളിൽ ഞങ്ങൾ അറിയാണ്ട് അങ്ങനെ പറഞ്ഞു പോകാറുണ്ട്, അല്ലേ? ഇതൊക്കെ ഒന്ന് തീർന്നാൽ മതിയെന്ന്. പക്ഷേ അങ്ങനെയൊന്നും ഉള്ളതല്ല. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എത്രയോ കോടി, 85 ദശലക്ഷം കോടി എന്നൊക്കെ ഒരു കണക്ക് നമ്മൾ പറയും. അത്രയും കോടി വിഭാഗം എന്തുണ്ട്? ജീവജാലങ്ങളുണ്ട്. ഇത്ര കോടി ജീവജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നമ്മളായിട്ടിരിക്കുന്ന ഈ ജന്മം, അല്ലേ? ഈ 2 കാലിൽ എഴുന്നേറ്റ് നടന്ന് ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും ഈ വിരൽത്തുമ്പിലേക്ക് ഒതുക്കി പിടിച്ച് ഈ കാണുന്ന ജീവികളെയൊക്കെ, ആ ആനയൊക്കെ വരുമ്പോൾ എന്തൊരു പ്രഭാവമുണ്ട്, അല്ലേ? അവരുടെ രൂപം കാണുമ്പോൾ തന്നെ പേടിയാണ്. പക്ഷെ അതുങ്ങളെയൊക്കെ നമ്മൾ ഈ ഒരു ചെറിയ വടിയിൽ ഒതുക്കി പിടിച്ച്, അല്ലെ, ഒരു കൊളുത്തിൽ പിടിച്ച് ഇവിടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക. ആര്? നമ്മൾ. ഇപ്പോൾ അടുത്ത ആൾക്കാർ വന്നു തുടങ്ങി, ഇവിടെ വന്ന് ഇല്ലേ, UFO ഒക്കെ വന്നു തുടങ്ങിയില്ലേ? അവരെ നമ്മൾ നിയന്ത്രിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക, അന്യഗ്രഹ ജീവികളെ കൂടി, അല്ലേ? അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇവരെല്ലാം അടക്കി വാഴുന്ന മനുഷ്യന് എന്താണ്? മനുഷ്യനെന്ന് പറയുന്ന ശ്രേഷ്ഠ ജന്മത്തിന് എങ്ങനെ ശ്രേഷ്ഠത വരുന്നത്? മനനം ചെയ്യാൻ കഴിവുള്ളവൻ. എന്താണ്? മനനം ചെയ്യാൻ കഴിവുള്ളവൻ, 2 ജന്മമുള്ളവൻ. ഇപ്പം ഇരിക്കുന്ന ഈ ജന്മം, നമ്മൾ ജനിച്ചു, ഇന്നയാളുടെ മകൻ, ഇന്നയാളുടെ മകൾ, അല്ലെങ്കിൽ ഇന്നയാളുടെ ഭാര്യ, ഇന്നയാളുടെ അമ്മ എന്നൊക്കെ പറയുന്ന നമ്മളാകുന്ന ഈ ശരീരമൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർ. ഇതോടൊപ്പം തന്നെ ഇവിടെ ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ആരാണ് എന്ന ബോധത്തിലേക്ക് ഉയരാനുള്ള ചിന്താശേഷിയുള്ളയാൾ, മനനം ചെയ്യാൻ കഴിവുള്ളവർ. ഒരു പൂച്ചക്കുട്ടിക്കോ പട്ടിക്കുട്ടിക്കോ അങ്ങനെയുള്ള ശേഷിയുണ്ടോ? നമ്മൾ എലിക്ക് കൊണ്ടുപോയി കെണി വെച്ച് കഴിഞ്ഞാൽ അവൻ ചിന്തിക്കുമോ? ഇന്ന് വീഴുന്നത് കണ്ടു, ഒരാൾ, നമ്മുടെ ഒരു കൂട്ടുകാരൻ വീണ് കയ്യും കാലമൊക്കെ ഇട്ട് അടിച്ച്, അയ്യോ ആ കപ്പ തിന്നാൻ പോകണ്ടായിരുന്നു എന്നൊക്കെ കൂട്ടുകാരെല്ലാം കൂടി ചുറ്റിനും ഇരുന്ന് പറഞ്ഞ് പിറ്റേ ദിവസവും കെണി കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ എലിക്കുട്ടന്മാർ പറയുമോ, എടാ ഇന്നലെ അവൻ വീണത് നീ കണ്ടതല്ലേ, ഇത് നീ ആ വഴിക്ക് പോകരുതെന്ന് എലികളെല്ലാം കൂടി യോഗം ചേർന്ന് പറയുമോ? ഇല്ല, അടുത്തവൻ വന്ന് വീഴും, അല്ലേ? അപ്പോൾ അവന് ബുദ്ധിയുണ്ടോ? ചിന്താശേഷിയുണ്ടോ? മനനം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടോ? ബുദ്ധിയുള്ള ജീവികളുണ്ട്, ഇല്ലായികയല്ല. പക്ഷേ
നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാനും നമ്മുടെ അസ്തിത്വം എന്താണെന്ന് ബോധ്യപ്പെടുത്തി ജീവിക്കാനും ആ സത്യത്തിലേക്ക് അടുക്കുവാനും കഴിയുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ. അതെന്താണ്? മനുഷ്യജീവിയാണ്. അതുകൊണ്ടാണ് ശ്രേഷ്ഠ ജന്മങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. എവിടെയാണ് നമ്മൾ ജനിച്ചത്? ഈ പുണ്യഭൂമിയിൽ, അല്ലേ? ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ, ഭാസിൽ പ്രകാശത്തിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിൻ്റെ തെക്കേയറ്റത്ത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ തിരുവവതാരം ചെയ്ത ഈ കേരളക്കരയിൽ നമ്മൾ ജന്മം കൊണ്ട് സുകൃതികളായിട്ട് ജനിച്ചു. കർമ്മം കൊണ്ടോ ചിന്ത കൊണ്ടോ അന്വേഷണം കൊണ്ടോ, അല്ലേ? ആരായുകിൽ അന്ധത്വം ഒഴിച്ചു നൽകും. ചോദിച്ചു ചെന്നാൽ അന്ധത്വം ഒഴിച്ചു തരും. പക്ഷെ നമ്മൾ ചോദിക്കുമോ? ചോദിക്കും കുറേ കാര്യങ്ങൾ, അല്ലാതെ അറിയേണ്ടതിനെ അന്വേഷിച്ച് ചെല്ലുമോ? അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ്. അന്വേഷിച്ച് ചെല്ലണം. എന്ത്? ഈ പരമാർത്ഥത്തെ അന്വേഷിച്ച് ചെല്ലണം. പക്ഷെ നമ്മൾ അതിലേക്ക് എത്തിയോന്ന് ചോദിച്ചാൽ ഇല്ല, അല്ലേ? നമ്മൾ LKG ക്ലാസ്സിലേക്ക് പോകാറായിരുന്നതേ ഉള്ളൂ. അതോ എത്തിയോ? ആ ചേട്ടൻ എന്നെ സൂക്ഷിച്ച് നോക്കുന്നു. എത്തിയോ? ഇല്ലല്ലോ, അല്ലേ? അപ്പോൾ നമ്മൾ എത്താൻ പോവുകയാണ്, അല്ലേ? ഇങ്ങനെ കുറേശ്ശെ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. എത്രയോ ക്ലാസ്സുകളിലൂടെ, എത്രയോ സത്സംഗങ്ങളിലൂടെ നമ്മളതിന് തുടക്കം കുറിച്ചു. അപ്പോൾ മനസ്സിലായി, ഓരോ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഞാൻ എന്തൊക്കെയോ വിചാരിച്ച് വെച്ചിരുന്നു, പക്ഷെ അതൊന്നും അല്ല, ഇനിയും കിടക്കുക, അല്ലേ? ആ കുഞ്ഞിക്കാലടികൾ വെക്കാൻ ഇനിയും കിടക്കുവാണെന്ന് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ബ്രഹ്മവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ ഒരു ബ്രഹ്മവിദ്യാലയം സ്ഥാപിക്കണമെന്നും ബ്രഹ്മവിദ്യ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു. 1925 കാലഘട്ടത്തിൽ സ്വാമി തൃപ്പാദങ്ങൾ അതിന് ശിലാസ്ഥാപനവും നടത്തിയിരുന്നു. പക്ഷേ 1971 നമുക്ക് പ്രാപ്യമായത്. ആ ബ്രഹ്മവിദ്യാലയത്തിലൂടെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്ന ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന ആ ഏറ്റവും വലിയ നോളജ് എന്താണോ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം, ആ സത്യത്തെക്കുറിച്ച് ഉപനിഷത്ത് വിദ്യ അല്ലെങ്കിൽ ഉപനിഷത്ത് പറയുന്ന ആ ബ്രഹ്മവിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 5 ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു കൃതിയാണ് ബ്രഹ്മവിദ്യാ പഞ്ചകം. നമുക്കറിയാം പഞ്ചകം എന്താണെന്നും, അല്ലേ? അഷ്ടകം എന്താണെന്നൊക്കെ, ദൈവദശകം എന്താണെന്നൊക്കെ നമുക്കറിയാം. പണ്ടൊരു കാലത്ത് ദൈവദശകം എന്ന് പറഞ്ഞപ്പോൾ ഒരച്ഛൻ ചോദിച്ചു, എന്താണ് 10 അവതാരങ്ങളുണ്ടല്ലോ, 10 അവതാരം, അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിച്ച കാലവും ഉണ്ടായിരുന്നു നമുക്ക് ദൈവദശകം എന്ന് കേട്ടപ്പോൾ, അല്ലേ? അതുപോലെ അതൊക്കെ മാറിയിട്ട് നമുക്കറിയാം 5 ഉള്ളത് പഞ്ചകം. ബ്രഹ്മവിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 5 തത്വങ്ങൾ അടങ്ങിയിരിക്കുന്ന കൃതിയാണ് ബ്രഹ്മവിദ്യാ പഞ്ചകം. അപ്പോൾ ഈ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സ്വാമി തൃപ്പാദങ്ങൾ നമ്മളെ ഉപദേശിക്കുന്നതേ നമുക്ക് ഒരു ശിഷ്യനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്താണെന്ന്. ആർക്കാണ് ഗുരു ഉണ്ടാകുന്നത്? ഒരു ശിഷ്യനാണ്, അല്ലേ? ഗുരുവിൻ്റെ ക്വാളിറ്റി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശിഷ്യൻ എന്ത് ക്വാളിറ്റി ഉണ്ടായിരിക്കണം? അവിടെ പറയും നിത്യ അനിത്യ വിവേകം ഉണ്ടാകണം. നിത്യമേത് അനിത്യമേതെന്ന് പറയുന്ന വിവേകം ഉണ്ടാകണം. നമുക്കങ്ങനെ ഒരു വിവേകം വരുമോ? നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചിന്തിക്കും, ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ എന്താണ്? ഒരു അനിത്യ വസ്തുവാണ്. ഇവിടെ ഒരു സത്യവസ്തു മാത്രമേ ഉള്ളൂ, അത് ഈശ്വരനാണ്. അതുകൊണ്ട് എനിക്കിതിനകത്തൊന്നും വലിയ ആഗ്രഹങ്ങളില്ല, മോഹങ്ങളില്ല, താല്പര്യങ്ങളില്ല എന്നൊക്കെ വിചാരിക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത കാര്യം വരും. നമ്മളെങ്ങോട്ട് പോകും? അനിത്യത്തിൻ്റെ പുറകെ പോകും. ശരിയല്ലേ? നിത്യതയിലാണോ നമ്മൾ നിൽക്കുന്നത്? അല്ല, അനിത്യത്തിൻ്റെ പുറകെ പോകും. അതുകൊണ്ടാണ് ജനനീനവരത്ന മഞ്ജരിയിൽ പറയും, എന്നാ പറയുന്നത്? ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശു തന്മതി മറന്ന് എവിടെ വീണ് കിടക്കുന്നു? ആടലാം കടലിൽ കിടക്കുവാന്ന്. അപ്പോൾ ആടലാം കടലിൽ വീഴുന്നത് ആരാണ്? നമ്മൾ ഈ അനിത്യ വസ്തുക്കളുടെ എല്ലാം പുറകെ പോയത് കൊണ്ടാണ്, അല്ലേ? അതിൽ തന്നെ കിടക്കുന്നത്. ഇപ്പോഴും നമ്മൾ മാറിയിട്ടുണ്ടോ? ഇങ്ങ് പോരാൻ നേരത്ത് ഏത് ഷർട്ട് ഇടണം, ഏത് മുണ്ടെടുക്കണം, ഏത് ചുരിദാർ ഇടണം എന്ന് നമ്മൾ ചിന്തിച്ചില്ലേ? ഇല്ലേ? ചിന്തിച്ചു, അല്ലേ? എന്തുകൊണ്ടാ? ഇതിനകത്ത് ഏതിടണം, ഇതായിരിക്കും എനിക്ക് നല്ലത്, അതായിരിക്കും നല്ലത്, ചിന്തിച്ചില്ലേ? ഏത് പൊട്ട് വെക്കണം, അത് നമ്മൾ ചിന്തിക്കാൻ സമയമില്ല, അത് കിട്ടിയതെടുത്ത് തൊട്ടു, അല്ലേ? പക്ഷേ ഇങ്ങനെയുള്ള എൻ്റെ കണ്ണട എടുത്തോ, അല്ലേ, എൻ്റെ ചാവി എടുത്തോ, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചില്ലേ? എവിടെയാണ് നിൽക്കുന്നത്? അനിത്യത്തിൽ, അല്ലേ? അപ്പം നിത്യമേത് അനിത്യമേത് എന്ന ബോധത്തിൽ നിന്നുകൊണ്ട് നിത്യവസ്തുവിൽ ആഗ്രഹമുണ്ടായിക്കൊണ്ട് ഭഗവാനെ അവിടുന്ന് ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു.